നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഷൈനിയുടെ വിഷയമാണ്. ഏറ്റുമാനൂർ കുട്ടികളോടൊപ്പം പോയി ചിന്നിച്ചിതറിയ ഷൈനിയുടെ ജീവിതത്തിലെ ഞങ്ങളുടെ അന്വേഷണം, അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഞാനും സോണിയും അവിടെ സ്ഥലത്ത് പോയിരുന്നു. പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനിട ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് സോണി കല്ലറയ്ക്കലാണ്. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, നമ്മൾ കഴിഞ്ഞ ദിവസം തൊടുപുഴ പോവുകയും ഏറ്റുമാനൂർ പോവുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇവർക്ക് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും എനിക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബത്തോടുള്ള നാട്ടുകാരുടെ എതിർപ്പാണ്. അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ആ ബോഡി, ഷൈനിയുടെ മക്കളുടെ ബോഡി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഒറ്റ ഒരാൾ പോലും, അയൽവക്കത്തുള്ള ഒറ്റ ഒരാൾ പോലും അവിടെ കാണാനെത്തിയില്ലെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു വലിയ സംഭവം നടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഓടിച്ചെല്ലുന്ന ഒരു പതിവുണ്ട്. അല്ലെങ്കിൽ ഒരു വെള്ളമടിച്ച് ഒരു കള്ളുകുടിയാനെങ്കിലും അതൊന്ന് കണ്ടേക്കാമെന്ന് കരുതി ചെല്ലുന്നൊരു പതിവുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും, നാട്ടുകാരെല്ലാം ഒന്നടങ്കം ആ വീട്ടിൽ നിന്ന് മാറി എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ചത്. അത് വല്ലാത്തൊരു അനുഭവമാണ്. പിന്നെ രണ്ടാമത് ഷൈനിയുടെ ഇടവക, അതായത് ഭർത്താവിൻ്റെ ഇടവക പള്ളിയോടുള്ള ദേഷ്യം. കാരണം അവരുടെ ഒരു സഹകരണം ആണ് ഇതിനെ ഈ കൊലയ്ക്ക് വഴിതെളിച്ചതെന്ന് എല്ലാവരും തന്നെ ഭൂരിഭാഗം പേരും ആൾക്കാരും അഭിപ്രായപ്പെടുന്ന നമുക്ക് കാണാനിടയായി. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാരണം. പ്രത്യേകിച്ച് നാട്ടുകാരുടെ പ്രതികരണവും ഇടവപ്പള്ളിയെക്കുറിച്ചുള്ള പ്രതികരണവും ഒക്കെ അത്ഭുതപ്പെടുത്തുക തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വെച്ചാൽ അയൽവക്കക്കാർക്ക് മൈക്കിൻ്റെ മുന്നിലേക്ക് വരാൻ കഴിയില്ല. നിങ്ങളിതൊക്കെ അങ്ങ് പോകും, ഈ ചാനലുകാരൊക്കെ അങ്ങ് പോകും, ഇവരുടെ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ ഇവരുടെ ഇടയ്ക്ക് ഇവരുടെ കൂടെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം തുറന്നു പറയാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. ക്യാമറയുടെ മുന്നിലേക്ക് വരാതെ ക്യാമറയുടെ പിന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിട്ടും അവരത് പോലീസിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ഈ ജയിലിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഈ ചേട്ടനും നോബി എന്ന് പറയുന്ന അനിയനും പാതിരി എന്ന് പറയുന്ന ജ്യേഷ്ഠനും ഒന്നും രക്ഷപ്പെടില്ല. അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ഷൈനി പലപ്പോഴായിട്ട് പലരോടായിട്ട് കരഞ്ഞു പറഞ്ഞിട്ടുള്ളത്. ഷൈനി നേഴ്സിംഗ് ആയിരുന്നുകൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ ഷൈനി ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഷൈനി ഈ ജോലി തിരക്കിനിടയിൽ അങ്ങനെ വീടുകളിൽ പോയി ഇഞ്ചക്ഷൻ TT എടുക്കാനും ഒക്കെ പോയി അങ്ങനെയും പണം കണ്ടെത്തി. കാരണം ഷൈനിയുടെ അവസ്ഥ സോണി പറയും. ആ ഷൈനിയുടെ സാമ്പത്തിക അവസ്ഥ, ഭർത്താവ് വെളിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ ഭാര്യ അവരുടെ മക്കളെയും അവരുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കി ഇവിടെ ജീവിക്കുമ്പോൾ ആർക്കാണ് അവർ പൈസ അയക്കേണ്ടത് സോണി? തീർച്ചയായിട്ടും അത് ഭാര്യയ്ക്ക് തന്നെയാണ് ഭർത്താവ് എന്നുള്ള ഷൈനിയുടെ ഹസ്ബൻഡ് അയക്കേണ്ടത്. പക്ഷേ ഷൈനിയുടെ ഹസ്ബൻഡ് അയച്ചത് ആർക്ക് വേണ്ടി? ഷൈനിയുടെ ചേട്ടനായ വൈദികൻ്റെ പേർക്കാണ്, അക്കൗണ്ടിലേക്കാണെന്ന് അയക്കുന്നതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു. ഷൈനിയുടെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ടല്ലോ. ഷൈനിയുടെ അക്കൗണ്ടിലേക്ക് ഇന്ന നാളെ ഗൾഫിൽ നിന്ന് അയച്ചിട്ടില്ല. കോട്ടയം രൂപതയിൽപ്പെട്ട ഒരു വൈദികൻ, ഷൈനിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നതെന്നാണ് നമ്മുടെ അവിടെ നിന്ന് കിട്ടിയ ഒരു വിവരം. ഇതും അത്ഭുതപ്പെടുത്തിയുണ്ടായി. ഒപ്പം തന്നെ ഷൈനിയുടെ ഈ ആത്മഹത്യയെ പറ്റിയും ആത്മഹത്യക്ക് ശേഷം അവരുടെ ജീവിതത്തെക്കുറിച്ച് പുറം ലോകത്തോട് തുറന്നു പറഞ്ഞ ഒരു വീട്ടമ്മയെ, തൊട്ടടുത്തുള്ള ഒരു വീട്ടമ്മയെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. അവർ പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. കാരണം അവരെ ആരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അച്ഛൻ പട്ടത്തിന് ഒരാൾ ഇറങ്ങി വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറത്തു പോയാൽ പിന്നെ അവർക്ക് വീടുമായിട്ടുള്ള ബന്ധമെല്ലാം മുറിച്ചിട്ടല്ലേ സാധാരണഗതിയിൽ പോകുന്നത്. അവർക്കെന്നും വന്ന് ഈ ഷൈനിയും കുട്ടികളും മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്ന് അവിടെ ഒരു മുറിയിൽ വന്ന് താമസിക്കാൻ അവകാശമുണ്ടോ? ശരിയായിട്ടും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവകാശം ഉണ്ടാകാൻ ഇല്ല. പിന്നെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ മാനുഷിക പരിഗണനയുടെ അനുസരിച്ച് വൈദികർക്ക് വീട്ടിൽ വരാം. ഇപ്പോൾ കുടുംബത്തിൽ ഒരാൾ വൈദികനായാലും ആ വൈദികൻ ആകരുത് ആ കുടുംബം നിയന്ത്രിക്കുന്നത്. കുടുംബത്തിൽ വേണ്ട അഡ്വൈസ്, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കാം. സഭയുടെ ആളെന്നുള്ള രീതിയിൽ സഭയുടെ ആയിട്ട് തന്നെ നിൽക്കുകയില്ല. ഇത് വൈദികൻ അവിടെ വന്ന് താമസിക്കുന്നു, മേളത്തെ റൂമിലേക്ക് കയറി വരാൻ ഷൈനിയോട് പറയുന്ന വരെ ചില ആൾക്കാർ നമ്മളോട് പറയുന്നതായിട്ട് കണ്ടു. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അവർക്ക് അരമനയിൽ താമസിക്കാമായിരുന്നിട്ട് ഇദ്ദേഹം രാത്രിയിൽ ഈ വീട്ടിൽ വന്ന് മുകളിലത്തെ നിലയിൽ താമസിക്കുക, മുകളിലത്തെ നിലയിലേക്ക് കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കയറി വന്നൊക്കെ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ആ വൈദികനോട് തന്നെ, കുടുംബത്തിലുള്ള ഒരു വൈദികനോട് തന്നെ ഷൈനിയും ഭർത്താവും തമ്മിലുള്ള വിഷയം പറയാനായിട്ട് സുഹൃത്തുക്കൾ പറയുമ്പോൾ ഷൈനി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല, ഒരിക്കലും എന്നെപ്പറ്റി അയാൾ നല്ലത് പറയില്ല, 4 വർഷമായി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ താല്പര്യമെടുത്തിട്ടെന്ന് വരെ ഷൈനി പറയുന്നതായിട്ട് നമ്മുടെ അന്വേഷണത്തിൽ തെളിവുണ്ടായി. ഇപ്പോൾ ഈ ഗ്രാനായ കുടുംബങ്ങളിലെ സംബന്ധിച്ച്, അവിടുത്തെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല അച്ചടക്കത്തോടെ വളരുന്ന കുട്ടികളെന്നാണ് അവരുടെ പെണ്ണുങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. കാരണം അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ട് അവൾ ജീവിച്ചത് കൊണ്ടാണ് അവൾ ഇന്ന് ഒറ്റപ്പെടേണ്ടി വന്നതും അവൾ അന്ന് ട്രെയിനടി
കുട്ടികളോടൊപ്പം ചാടേണ്ടി വന്നതും. ഈ അച്ഛൻ്റെ ഇംഗിതത്തിനൊക്കെ വഴങ്ങിയിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് നല്ല ജോലിയൊക്കെ കിട്ടി അവൾക്ക് ഇരിക്കാമായിരുന്നു. പക്ഷേ അവൾ അപ്പോഴും അവൾക്ക് കൊടുത്ത ദൈവത്തിൻ്റെ പാത അവൾ അത് മുറുകെ പിടിച്ചു എന്ന് പറയേണ്ടി വരത്തില്ലേ സോണി? തീർച്ചയായിട്ടും. ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളത് പുറമേ കാണുന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഓരോ കുടുംബത്തിലെയും പല വിഷയങ്ങളും നമുക്ക് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വരുന്നത്. കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളോട് ഒരാൾ പറയുന്നത് തന്നെ ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബം ശരിക്കും പറഞ്ഞാൽ മുൻപേ തന്നെ ക്രിമിനൽ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു സാധു മനുഷ്യനെ അവരെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാൻ പോയതായിട്ട് ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ പ്രശ്നത്തിൽ. അതൊക്കെ നമ്മൾ വാർത്ത ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അവർ നേരത്തെ തൊട്ട് ക്രിമിനൽ ബുദ്ധിയുള്ളവരാണെന്നാണ് പറയുന്നത്. ഈ അനധികൃതമായിട്ട് പാറ പൊട്ടിക്കൽ, അതിനെ ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുക, അവരുടെ ആ അനധികൃതമായി പാറ പൊട്ടിച്ച് അവിടെ മണ്ണിട്ട് നികത്തി അവിടെ കപ്പ നട്ട ആ കപ്പയിൽ ആട് കയറിയതിൻ്റെ പേരിൽ ഒരു പ്രായമായ ഒരു സ്ത്രീയെ തെള്ളിയിട്ട് അവരുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഈ ഷൈനിയുടെ അമ്മായിയമ്മ ഇടിച്ചു എന്നാണ് പറയുന്നത്. മകനെ അത് കഴിഞ്ഞ് അത് കണ്ടോടി വന്ന മകനെ ഈ ഇളയ നോബിയുടെ ഇളയ സഹോദരൻ കല്ലുകൊണ്ട് തലയുടെ പുറകിൽ ഇടിച്ചു. കല്ല് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, കണ്ടില്ല. ചെന്ന് പിടിച്ചപ്പോഴത്തേക്ക് പുറകിൽ കൂടെ തലയ്ക്ക് ഇടിച്ചു. അദ്ദേഹം അവിടെ മയങ്ങി വീണു. അത് ഇപ്പോഴും ആ കേസ് നടക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്രിമിനൽ ബുദ്ധിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആ കുടുംബത്തിൽ തന്നെ വൈദികൻ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്കിന് അത് ചർച്ചയ്ക്കല്ല അത് വിളിച്ചത്, ഒതുക്കി തീർക്കാൻ വേണ്ടി. അപ്പം അതുവരെ ഇടപെടാതിരുന്ന വ്യക്തി കേസ് വന്നപ്പോൾ ഈ വ്യക്തി ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ വിളിച്ചിട്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഒരു വൈദികന്റെ നിലപാടാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത്. അപ്പം വൈദികരിലും ഇതുപോലുള്ള ക്രൂരന്മാരുണ്ടോ എന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്ന ഒരു കാര്യം. വൈദികരിൽ ഇതുപോലുള്ള ക്രൂര മനസ്സുള്ളവർ വൈദികരിലും ഉണ്ട്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല. ഒരു 60% പേര് നല്ലവരാണെങ്കിൽ 40% പേര് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ള ഒരു വ്യക്തമായ തെളിവാണ് ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ വൈദികൻ. ഈ വീട് നേരത്തെ ഒരു നിലയായിരുന്നു. രണ്ടാമത്തെ നിലയാക്കാനും അച്ഛന് വേണ്ടി ഒരു മുറി ഉണ്ടാക്കാനുമായിട്ട് അവിടെ അറ്റകുറ്റപ്പണികളും എല്ലാം കൂടെ ചേർത്ത് നടത്തി. അതിനത് പണം ആവശ്യം വന്നപ്പോൾ ഷൈനിയോട് പറഞ്ഞു, അതാ കുടുംബശ്രീ പണം കിട്ടുമല്ലോ, നീ പോയി അപേക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അപേക്ഷിച്ച് 3 ലക്ഷം രൂപ കുടുംബശ്രീയിൽ നിന്ന് എടുത്ത് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അവർ ആ പണം ഉപയോഗിച്ച് അവരുടെ ആഘോഷമായി കഴിഞ്ഞതിന് ശേഷം, അവരുടെ ബിൽഡിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഷൈനി കഷ്ടപ്പെട്ട് ഈ പണം അടയ്ക്കണം എന്ന അവസ്ഥ വന്നു. ഷൈനിക്ക് 3 മാസമാണ് 16,000 രൂപ വെച്ച് ശമ്പളം കോട്ടയത്ത് ഒരു ചാരിറ്റി ഹോമിൽ നിന്ന് കിട്ടിയത്. അതിൽ എല്ലാ മാസവും 10,000 രൂപ വെച്ച് ആവത്തിൽ ആ പണം ഇവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഒന്ന് ഓർത്തോണം, അവൾക്ക് അടയ്ക്കാൻ ബാധ്യതയില്ലാത്ത പണം അവൾ അടയ്ക്കേണ്ടി വന്നു. അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട, അവർക്ക് ജോലി കൊടുത്തില്ല എന്നുള്ളത് ഒഴിച്ച് മാറ്റി നിർത്തിയ കഴിഞ്ഞാൽ ജോലി കൊടുത്തില്ല. അതുകൂടാതെ അവൾ എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്യുന്ന അതിൽ 10,000 രൂപ വെച്ച് എല്ലാ മാസവും ഇവിടെ അടച്ച് 35,000 രൂപ ഇതിനകത്ത് ഈ 3 മാസത്തെ ജോലിയിൽ നിന്നുള്ള ഈ ലോണിന് വേണ്ടി അടച്ചു. ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബശ്രീയിൽ 13 അംഗങ്ങൾ ഒന്നിച്ച് ജാമ്യം നിന്നാണ് ഈ ഷൈനിക്ക് ഈ പണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 13 നിർധനരായിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യം നിന്നാണ് ഈ പണം കിട്ടുന്നത് അവരുടെ പേരിൽ. അപ്പോൾ ഇത് ചർച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. ഷൈനിയുടെ ഭർത്താവും ഒക്കെ വന്നപ്പോൾ അച്ഛൻ എത്തിയിട്ട് പറഞ്ഞു, നോബി നീ ഒരു ലക്ഷം പോലും മിണ്ടണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ ബോബി എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞു, ഇത് ഇവിടെ തീർക്കണ്ട, ഇത് പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട കേസല്ല, ഇത് കോടതിയിലേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു. കോടതിയിലേക്ക് വിടുമ്പോൾ ഈ 13 പാവപ്പെട്ട സ്ത്രീകൾ ഈ കോടതി കയറി നടന്നോളാൻ എന്തൊരു മനസാക്ഷിയാണ്. ഈ പണം എടുത്ത് ഉപയോഗിച്ച് ഈ അച്ഛൻ്റെ കയ്യിലാണ് ഈ പണം കൊണ്ടു കൊടുക്കുന്നത്. അച്ഛനാണ് ഈ വീടൊക്കെ പണിയിക്കുന്നത്. അത് ഉപയോഗിച്ചതിന് ശേഷം ആ പണം ഈ പാവത്തിൻ്റെ തലയെ കെട്ടിവെച്ച് അവൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല. അവരുടെ നോബിയുടെയും ബോബിയുടെയും ഒക്കെ രക്തമായിട്ടുള്ള ആ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല. അതുകൂടാതെ അവളുടെ തലയിൽ ഇത്രയും വലിയൊരു ഭാരം കൂടെ വെച്ച് കൊടുത്തു. നോബി ആ ജോലിയെക്കുറിച്ച് പറയൂ, ജോലി എത്ര എണ്ണമാണ് നഷ്ടപ്പെടുത്തിയത്, അതിനകത്ത് കന്യാസ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് പറയൂ, അത് ജനങ്ങൾ അറിയട്ടെ. നമ്മളതിനെ മറച്ചു വെക്കുന്നു. തീർച്ചയായിട്ടും അവിടെ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. ഇപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ തന്നെ, കോട്ടയം രൂപതയുടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് കാരിത്താസ് എന്ന് പറയുന്നത്. ബോബിയുടെ ചേട്ടൻ നോബി അച്ഛൻ ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഷൈനിക്കൊരു ജോലി തരപ്പെടുമായിരുന്നു. ഈ ജോലിക്ക് ഷൈനി BSc നേഴ്സായിട്ടുള്ളൊരു വ്യക്തിയാണ്. അവർക്ക് അവിടെ ജോലിക്ക് തടസ്സമായിരുന്നത് സ്വന്തം കുടുംബത്തിലെ അച്ഛൻ തന്നെയായിരുന്നു. അച്ഛനെ പേടിച്ച് മറ്റുള്ള വൈദികരും ഇവർക്ക് ജോലി കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല. ഇതൊക്കെ കൊണ്ട അതുപോലെ കന്യാസ്ത്രീമാർ ഇവരുടെ സ്വാധീനം. കിടങ്ങൂര് ഇത് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് 12 ഇടത്ത് അവൾ അപേക്ഷ കൊടുത്തു. അതിനകത്ത് രണ്ടാമത് കൊടുത്തത് കിടങ്ങൂരായിരുന്നു. കിടങ്ങൂരേക്ക് രാവിലെ നിങ്ങൾ വന്ന് 10 മണിയാകുമ്പോൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് കിടങ്ങൂര് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാണ്. ഇവരുടെ
അമ്മയുടെ 2 സഹോദരിമാർ അവിടുത്തെ കന്യാസ്ത്രീകളാണ്. അവരോടൊന്ന് വിളിച്ച് പറഞ്ഞേര് എന്ന് പറഞ്ഞ് ഷൈനി ആരോടോ പറഞ്ഞു, നാളെ ഷൈനി വന്ന് അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, വേണ്ട ഹെൽപ്പ് ചെയ്തേക്കണേ എന്നൊന്ന് പറയണേ എന്ന് ആരോ വിളിച്ച് ഈ ഷൈനിക്ക് ജോലി ശുപാർശ ചെയ്ത ആൾ വിളിച്ച് പറഞ്ഞു. അവർക്കൊരു ബുദ്ധിമുട്ട് നാളെ ഉണ്ടാക്കണ്ട എന്നുദ്ദേശിച്ചിട്ട്. രാവിലെ ചെന്നപ്പോൾ ജോലിയില്ല, നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല അങ്ങനെ എന്ന് പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ അവരുടെ അവർ രാവിലെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്ത്രീ തിരിച്ച് ജോലി ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. കാരിത്താസിലെ ജോലി കൊടുത്തില്ല. കാരിത്താസ് ഇവർക്ക് ഇത്രയും 2 കന്യാസ്ത്രീകളും ഒരു അച്ഛനും ഉള്ള ഒരു ഫാമിലിയിൽ BSc നേഴ്സായിട്ട് ദീർഘകാലം അവൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഗ്യാപ്പ് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവൾക്കൊരു ജോലി കൊടുക്കാൻ അവർ തയ്യാറായില്ല. അവൾ നേടിയെടുക്കാൻ പോകുന്ന ജോലികളെല്ലാം ഇവർ തട്ടിക്കളയുന്നു. കന്യാസ്ത്രീ എന്ന് പറയുന്നത് ഇവരുടെ അമ്മയുടെ സഹോദരിമാരാണ്, അവർ തട്ടിക്കളയുകയാണ്. അപ്പോൾ ഇവർക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ ഇവരെ സമ്മർദ്ദത്തിലാക്കി. നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ, സോണിയോട് ചോദിക്കുകയാണ്, ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു രക്തബന്ധവും യാതൊരു ബന്ധവും ഇല്ലേ ഇവർക്ക്? ഇല്ല, ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കൂടുതൽ ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ തള്ളിക്കളയുന്നതല്ല. മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട്. മക്കളുടെ വിഷമം കേൾക്കാനും ഒരു പരിഹാരം കണ്ടെത്താനും കൂടെ നിൽക്കാനും ഒക്കെ അവരും അർഹരായവരാണ് തൻ്റെ മക്കളുടെ കാര്യത്തിൽ. പക്ഷെ ഇവിടെ അതല്ല ഉണ്ടായത്. ഷൈനിയുടെയും മക്കളുടെയും ബോഡി വെച്ചുകൊണ്ട് വില പറഞ്ഞ ഒരു സംസാരം നമ്മളവിടെ കേട്ടു. കാരണം ഈ പള്ളിയിൽ അടക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ബോഡി എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഇത്രയും രൂപ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കണമെന്ന് ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവിനെ കൊണ്ട് ഷൈനിയുടെ സ്വന്തം അപ്പൻ പറയിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇതൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ നമ്മളവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ TV കാണാൻ അനുവദിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഇതൊന്നും ഞങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ കിട്ടുന്നില്ല. ഞങ്ങളുടെ ഓഡിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ കുട്ടികളെ TV കാണാൻ അനുവദിക്കത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞു. അല്ല, കുട്ടികൾ TV കാണുന്നതിനൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴെ ഇരുന്ന് കണ്ടോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ കസേര ഇല്ലാഞ്ഞിട്ടല്ല, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ നിലത്തിരുന്നാണ് ഈ TV കാണേണ്ടത്. അത് അദ്ദേഹം വെക്കുന്ന ചാനൽ, അദ്ദേഹത്തിന് ആരും റിമോട്ട് എടുക്കാൻ പാടില്ല. അദ്ദേഹം ന്യൂസ് കാണുവാണെങ്കിൽ ആ ന്യൂസ് കുഞ്ഞുങ്ങൾ കണ്ടോണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഒരു വീട്ടിൽ എങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് കഴിയാൻ കഴിയും? ഏതെങ്കിലും 10 വയസ്സുള്ള 10 വയസ്സുള്ളൊരു കുട്ടിയോട് 11 വയസ്സുള്ളൊരു കുട്ടിയോട് നമുക്ക് പോയി ആത്മഹത്യ ചെയ്യാമെന്ന് പറയുമ്പോൾ റെഡിയായിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അവർക്ക് ആ വീട്ടിൽ നിന്ന് അനുഭവിച്ച പീഡനം എന്തുമാത്രം ഉണ്ടെന്നറിയാം. സാധാരണഗതിയിൽ അപ്പൂപ്പ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എൻ്റെ അമ്മ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട് എന്ന് രഹസ്യമായിട്ടെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ആ കുഞ്ഞുങ്ങൾക്ക് ആ പിതാവ് കൊടുത്തില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നോ സോണി? ഇല്ല, സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് ഷൈനിയുടെ ഭർത്താവ് മർദ്ദിക്കുന്നതായിട്ട് അവിടെ എല്ലാവരും തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല. കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചും ബന്ധുക്കാരുടെ മുമ്പിൽ വെച്ചും ഒക്കെ വളരെ രസകരമായി ആസ്വദിച്ചുകൊണ്ട് മർദ്ദിക്കുന്നതായിട്ടാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഒന്നെങ്കിൽ ഇവളെ വിളിച്ചുകൊണ്ട് പോകണം, ഇല്ലെങ്കിൽ അവിടെ ശരീരമായിരിക്കും അവിടെ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഷൈനിയുടെ ഭർത്താവ് പറഞ്ഞതായിട്ടും നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു, ഇനി നീ ഇവിടെ വീട്ടിൽ കയറുവാണെങ്കിൽ നിന്റെ ശവമായിട്ടായിരിക്കും നീ ഇവിടെ കയറുന്നതെന്ന് അച്ഛൻ ശപിച്ചു എന്ന് പറഞ്ഞു പോരാൻ നേരത്ത്. അത് അവിടെ പറയുന്നു. അപ്പം നോബിയുടെ അച്ഛൻ പറഞ്ഞു, അവൾ ഇറങ്ങിപ്പോന്ന് പറഞ്ഞെന്ന്, ഇനി നീ ഇവിടെ തിരിച്ചു വരുമെന്ന് നീ ശവമായിട്ടേ ഇവിടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അതുപോലെ തന്നെ സാധിച്ചല്ലോ. വിട്ടെറിഞ്ഞു പോയൊരു വീട്ടിന്റെ വരാന്തയിൽ പൊതുദർശനത്തിന് വെച്ചല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നാട്ടുകാർ വളരെ ബുദ്ധിപൂർവ്വം പെരുമാറി. നാട്ടുകാർക്ക് അത് കൃത്യമായി അറിയാമായിരുന്നുകൊണ്ട് അവരും കാണാൻ ചെന്നില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യം. അവർ ഈ പള്ളിയിൽ പോയിട്ടാണ് ഷൈനിയെ കാണുന്നത്, ഷൈനിയെയും കുഞ്ഞുങ്ങളെയും കാണുന്നത്. ഇപ്പോഴും ആ വീട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. ആരും തന്നെ അങ്ങോട്ട് കയറാനോ സംസാരിക്കാനോ താല്പര്യം എടുക്കുന്നില്ല. ഈ നോബിയുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നോബി ഷൈനിയുടെ അപ്പനെ വിളിച്ച് പറഞ്ഞു, അതായത് മോളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ശവമായിട്ടായിരിക്കും അവിടെ കിട്ടുന്നതെന്ന്. ഷൈനിയുടെ അപ്പൻ ചെയ്തത് എന്താ? ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവിനെ വെച്ച് ഷൈനിയുടെ ബോഡിക്ക് ബല പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ അപ്പം ഇതെല്ലാം ഒരു ചങ്ങല കെട്ടിനകത്താണ് ഷൈനി നിന്നത്. ഇതിനെ എങ്ങനെയാണ് പൊട്ടിച്ചു പോരാൻ ഷൈനിക്ക് പറ്റുന്നില്ല. അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അപ്പോൾ കുട്ടികളും ഷൈനിയും ഒക്കെ ഇതിനകത്ത് ബോധപൂർവം യോജിപ്പിലെത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഇവർ പോയി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. രാവിലെ 5:30 കുട്ടികളെ വിളിച്ചുണർത്തി അവരെയും കൊണ്ട് പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്ന ഒരു സ്ത്രീ.
അത് അവിടെ മാത്രമല്ല, ഈ തൊടുപുഴ ആയിരുന്നപ്പോഴും അവർ അഞ്ചരയുടെ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകും. അത് കാരണം അതിനുശേഷം അവർക്ക് പണിക്ക് പോകണം, അവരുടെ സ്ഥലത്ത് പണിക്ക് പോകണം. അവളെ പൂന്താലിയൊക്കെ എടുത്ത് കിളയ്ക്കും, അവളെ ഏണി വെച്ച് തെങ്ങ കയറി തേങ്ങ പിരിക്കും. അങ്ങനെ കിട്ടുന്ന ആദായം ഒക്കെ അവിടെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി അതിന് ആ പൈസ എണ്ണി വാങ്ങിക്കും. ഇങ്ങനെ അവൾ ഈ കുടുംബശ്രീയിലെ ലോൺ അതുവരെ അടച്ചു. ആ കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിച്ചു. ആ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം പണം അവൾ തന്നെയാണ് കണ്ടെത്തിയത്. അച്ഛൻ്റെ മുന്നിൽ അവൾ കൈനീട്ടാൻ നിന്നില്ല. അച്ഛൻ്റെ പേരിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി അവൾ കൈനീട്ടാൻ നിന്നില്ല. അവൾ തന്നെ അധ്വാനിച്ച പണം കൊണ്ടാണ് അവൾ ജീവിച്ചത്. അവിടെ വിയർപ്പാണ് ഇന്നും അവർ തിന്നുന്നത്. അവർ ഇന്ന് അവരുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരി വെച്ചിരിക്കുന്നത് 25,000 രൂപ കൊടുത്തിട്ടാണ്. ഒന്ന് ഓർത്തോണം, ഇത്രയും നാളും ഇവള് ഷൈനി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർ കൂലിക്ക് ആളിനെ നിർത്തിയില്ല. അപ്പോൾ 25,000 രൂപ വെച്ച് അവൾക്ക് അന്ന് ശമ്പളം കിട്ടുന്നതാണ്. ആ പൈസ കൂടെ ഇപ്പം ഇവിടെ പോയപ്പോഴാണ് 25,000 രൂപ കൊടുത്ത് ശമ്പളത്തിന് ആളിനെ വെക്കേണ്ടി വന്നത്. അതുവരെ എല്ലാ ജോലികളും, അടുക്കളയിലെ പണികളും പറമ്പിലെ പണികളും എല്ലാം ഇവളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് ദുഷ്ടക്കൂട്ടങ്ങളാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും, അല്ലേ? അങ്ങനെയല്ലേ പറയാം? ശരിയാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, രാവിലെ പള്ളിയിൽ പോയി എല്ലാം നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് ചിരിച്ചു കളിച്ച് പോകുന്ന പല കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബഹുഭൂരിപക്ഷം കുടുംബങ്ങളുടെ, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മിന്നുന്ന ഒന്നും പൊന്നല്ല എന്ന് പറയുന്ന പോലെയാണ്. 6 പ്രാവശ്യം നമ്മൾ അന്വേഷിക്കുകയാണ്. 6 പ്രാവശ്യം ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചിലായിരുന്നു. 6 പ്രാവശ്യമാണ് ആ പള്ളിയിലെ അച്ഛനടുക്കെ പോയിട്ട് കരഞ്ഞു പറഞ്ഞത്, എനിക്ക് എന്നെ മർദ്ദനം ഏൽപ്പിക്കുന്നുണ്ട്, ഇതിനെ ഇടപെടണം, നോബിയോട് വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ രാവിലെ 5:30 2 കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ഈ സ്ത്രീയോട് ഈ പുരോഹിതൻ കാണുന്നില്ലേ, ദൈവത്തിൻ്റെ കണ്ണല്ലേ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത്, നിനക്ക് എന്താണ് പ്രശ്നം എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ? അങ്ങോട്ട് 6 പ്രാവശ്യം പറഞ്ഞിട്ട് അവർ കേൾക്കാതിരുന്നപ്പം അദ്ദേഹം പറയുന്ന ന്യായീകരണം, അവിടുത്തെ സഭയിലെ അംഗങ്ങളോട് പറയുന്ന ന്യായീകരണം എന്താണെന്ന് ചോദിച്ചാൽ, അവനോട് ഞാൻ പറഞ്ഞു, നോബി പറഞ്ഞു, അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ, അത് ഞങ്ങൾ തീർത്തോളാം എന്ന് നോബി പറഞ്ഞു എന്നാണ് ആ പള്ളിയിലെ പുരോഹിതൻ സഭയിലെ മറ്റംഗങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിലെ പ്രശ്നം തീർത്തോളാം എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെയാണ് തീർക്കുന്നത്. ഇവന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇത് എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് കോടതിയിലേക്ക് വിടുക എന്ന് പറയുക. അതുപോലെ തന്നെ ഷൈനിയുടെ പേരിൽ 3.5 വർഷം മുമ്പ് ഷൈനിയെ പീഡിപ്പിക്കുന്നത് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം അത് അച്ഛൻ്റെ സ്വാധീനത്തിൽ ആ കേസിന് യാതൊരു അക്കവുമില്ല. അതിനൊക്കെ പോലീസുകാരുടെ ഉത്തരവാദികളാണെന്ന് പറയേണ്ടി വരില്ലേ? അല്ല, അതിൻ്റെ അച്ഛൻ്റെ സ്വാധീനം തന്നെയാണ് ഇടവകയിലെ വികാരിയച്ഛനും നിശബ്ദനായി നിന്നിരിക്കുന്നത്, ഷൈനിയുടെ പ്രശ്നത്തിൽ ഇടപെടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഷൈനി ജീവിച്ചിരിക്കുമ്പോൾ ഷൈനി തന്നെയായിരുന്നു കുടുംബത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷൈനിയെ ഷൈനിയുടെ യഥാർത്ഥ ചിത്രം എല്ലാവരും മനസ്സിലാക്കി വന്നത്. ജനങ്ങൾക്ക് ഇതായാലും അവരും പ്രതികരിക്കുന്നില്ല. അവരും വികാരി അച്ഛനെയും ഷൈനിയുടെ വീട്ടിലുള്ള നോബി അച്ഛനെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ എല്ലാവരും നിന്നു. അതുകൊണ്ട് സംഭവിച്ചു തന്നെ ജീവിതങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഇനി എത്രയോ വർഷങ്ങൾ ഈ കുട്ടികൾക്കാണല്ലോ ഇവിടെ ജീവിക്കേണ്ടതായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. ഇനി അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇങ്ങനെ ഇതുപോലെ ഒരു ദുരന്തം ഇനി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും തന്നെ ജാഗരൂകരായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ കാണുന്ന മുഖങ്ങളല്ല, ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ വസ്തുത. അപ്പോൾ അവള് അയൽവക്കക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അവളെയും അവളുടെ 2 കുഞ്ഞുങ്ങളുടെയും മാനം സംരക്ഷിക്കാൻ അവൾ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു എന്ന് പറയുന്നു. ഒന്ന് ഓർത്ത് നോക്കിയ, ഒരു കുടുംബത്തിൽ ഒരു പുരോഹിതനുള്ളത് ഒരു പേടിയായിട്ട് ഒരു സ്ത്രീ താഴെ കുട്ടികളെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന ആ അവസ്ഥയൊക്കെ അവൾ നേരിട്ടിട്ടുണ്ട്. ഒരിക്കലും ഈ അച്ഛനെ ശിക്ഷിക്കാൻ കഴിയില്ല, യാതൊരു തെളിവുകളുമില്ല. അതേപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന് സ്ത്രീധന പീഡനത്തിനുള്ള കേസ് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇദ്ദേഹത്തിന് ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കുറ്റത്തിനുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ കുറച്ച് ശിക്ഷ മാത്രം കിട്ടി അവർ നാളെ പുറത്തിറങ്ങും. അപ്പോൾ അച്ഛനെ ശിക്ഷിക്കാനായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല, യാതൊരു തെളിവുകളുമില്ല. ഈ ഷൈനി എന്ന് പറയുന്ന ആള് ഇന്ന് ഒരു സ്ത്രീ ഞങ്ങളോട് വിളിച്ചിട്ട് പറയുകയായിരുന്നു, ഷൈനി എന്ന് പറയുന്നത് ഒരു പൊട്ടിയാണ്, അവൾക്ക് അറ്റ്ലീസ്റ്റ് അവൾ ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അവളെ ദ്രോഹിച്ചവരുടെ പേരെഴുതി വെക്കുകയോ അവരുടെ ദ്രോഹിച്ചവരെ സംബന്ധിച്ചൊരു വോയിസ് ക്ലിപ്പ് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ ചെയ്ത് അവരെ കൂടെ കൊടുക്കേണ്ടതല്ലായിരുന്നു. അങ്ങനെ ഒരു വാശി പോലും തോന്നിയില്ലല്ലോ, അത്രയ്ക്കും വെറും പാവമായി പോയല്ലോ ഇവൾ എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞ കാര്യം കൂടെ പറയുമോ? ഹോം നേഴ്സ് ആയിട്ടെങ്കിലും, ഒരു ഹോം നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു 10-28,000 രൂപയെങ്കിലും ശമ്പളം ഷൈനിക്ക് കിട്ടുമായിരുന്നു. ഷൈനി കുറച്ചൊക്കെ വെല്ലുവിളിച്ച് തന്നെ കുടുംബത്തിൽ നിൽക്കണമായിരുന്നു. അപ്പം കത്തോലിക്ക സംവിധാനത്തിൽ ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിൻ്റെ അടിയും മർദ്ദനമൊക്കെ കൊണ്ട് സഹിക്കുന്ന ഒരു ഷൈനിയായിട്ട് നിൽക്കാനാണ് ഷൈനി ആഗ്രഹിച്ചത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പം ഷൈനിക്കും മക്കൾക്കും ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നത്.
കുറച്ചൊക്കെ നമുക്ക് പ്രതികരിക്കും. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്, കുറച്ചുകൂടെ ബോൾഡാണ്. ആ രീതിയിലേക്ക് ഷൈനി വന്നില്ല. അതും ഒരു അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു 10ാം ക്ലാസ്സുകാരുടെ വിദ്യാഭ്യാസം അല്ലല്ലോ. ഒരു BSc നേഴ്സിംഗ് പാസ്സായ കുറേ വർഷങ്ങൾ 8 വർഷം 9 വർഷത്തോളം നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഷൈനിയെ തന്നെ ഭർത്താവ് മർദ്ദിക്കുമ്പോൾ സാരമില്ല ഞാൻ സഹിച്ചോളാം എന്നുള്ള മട്ടിൽ കിടക്കുന്ന ഷൈനിയെ പറ്റിയും അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. കാലെ വല്ലാതെ ചവിട്ടുമായിരുന്നു, മർദ്ദിക്കുമായിരുന്നു. അപ്പോൾ ഷൈനി ആരോടും പരാതിയില്ലാതെ, മറ്റുള്ളവരെല്ലാം ആസ്വദിക്കുമ്പോൾ ഷൈനി പരാതിയില്ലാതെ ഐഡിയും ഒക്കെ സഹിച്ച് കിടക്കുമായിരുന്നു. അപ്പം ആ സ്ത്രീ നമ്മളോട് പറഞ്ഞത് തന്നെ കുറച്ചൊക്കെ പ്രതികരിച്ച് നിൽക്കാനുള്ള ഒരു കഴിവ് ഷൈനി ഉണ്ടാക്കിയെടുക്കേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള സ്ത്രീകൾക്കുള്ള സന്ദേശമാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇല്ല, ഞങ്ങളിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണവും ഇത് തന്നെ. ആ സ്ത്രീയുടെ ഫോൺ സന്ദേശമാണ്. അത് അവരനുവദിക്കുമെങ്കിൽ ഞങ്ങളത് അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കി അവരുടെ ഈ ഷൈനിയെ പറ്റി പറയുന്ന ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളത് അവരോട് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. ഏതായാലും അടുത്ത ദിവസം വീണ്ടൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം.